ജയിത്തുനിന്ന് പുറത്തിറങ്ങുമ്പോൾ കുറച്ച് കരിയർ ഓപ്ഷൻസിൻ്റെ കയ്യിലുണ്ടാവണം. നിങ്ങൾ +1 തന്നെ +2 പഠിക്കുന്നുണ്ട്. ശരിക്കും ഒരു വിഷൻ ഇല്ലാത്ത എനിക്ക്, അതുപോലെ തന്നെ പോലത്തെ കുറേ കുട്ടികൾക്കും വേറൊരു ഓപ്ഷൻ ഇല്ല. അങ്ങനെ പിടിച്ചിട്ടുണ്ട്. സ്ട്രെസ് ഉണ്ടാവും ഉറപ്പായിട്ടും. 23 ലക്ഷം ആൾ എഴുതുന്ന അങ്ങനെയുള്ള പറയുമ്പോൾ എന്തായാലും സ്ട്രെസ് വരും. പക്ഷെ അതിനെ മാനേജ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഓരോരാളെയും അങ്ങനെ. നമസ്കാരം, ഞാൻ വൃന്ദ, ജെയ്ത്തൂൺ ക്യാമ്പസിലെ മ്യൂസിക് ടീച്ചറാണ്. എൻ്റെ കൂടെ ഉള്ളത് STUDയിലെ സ്റ്റുഡൻസാണ്. ഇപ്പോൾ ഞാൻ ക്യാമ്പസിൽ ജോയിൻ ചെയ്ത സമയത്ത് ക്യാമ്പസിലുള്ള സാധാരണ +1 +2 സ്റ്റുഡൻസിനെ പോലെ അല്ലാണ്ട് കൂടുതൽ സമയം പുസ്തകങ്ങളോടൊപ്പം ചിലവഴിക്കുന്ന നിങ്ങളെ ഞാൻ ആ സമയത്താണ് ശ്രദ്ധിക്കുന്നത്. പിന്നെ എനിക്ക് മനസ്സിലായി നിങ്ങൾ എൻട്രൻസ് ബാച്ചാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ എനിക്ക് കൂടുതൽ നിങ്ങളെപ്പറ്റി അറിയണം എന്നുണ്ട്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ജെയ്ത്തൂനിലേക്ക് ഇപ്പോൾ വരുന്നൊരു സ്റ്റുഡൻറ്റ് ഇപ്പോൾ അവർക്കൊരു ലക്ഷ്യം വെച്ചിട്ടായിരിക്കും വരുന്നത്. ഒന്നെങ്കിൽ ബോർഡ് എക്സാമിന് നല്ലൊരു റിസൾട്ട് നേടുക, അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു മോറൽ എഡ്യൂക്കേഷൻ നേടിയെടുക്കുക. ഇങ്ങനെ ഒരു ലക്ഷ്യം ഉള്ളിൽ വെച്ചിട്ടായിരിക്കും പല സ്റ്റുഡൻസും ജെയ്ത്തൂനിലേക്ക് വരുന്നത്. പിന്നെ ക്രമേണ ഇവിടുത്തെ ഒരു സ്ട്രക്ചേർഡ് സിസ്റ്റം അവരെ നീറ്റ്, JEE പോലെയുള്ള മത്സര പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ജെയ്ത്തൂനിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നോ? ഒരു പ്രത്യേക ആഗ്രഹം ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ ഇതിന് പിന്നിലുള്ള, നിങ്ങൾ ജെയ്ത്തൂനിലേക്ക് വന്നതിന് പിന്നിലുള്ള ഒരു പ്രചോദനം എന്തായിരുന്നു? ഇപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ടും അതുപോലെ തന്നെ ഓൺലൈൻ പ്ലാറ്റ്ഫോം കൂടിയൊക്കെ ജെയ്ത്തൂനെ പറ്റി അറിഞ്ഞ് വന്നൊരാളാണ് ഞാൻ. അപ്പോൾ എൻ്റെ ജെയ്ത്തൂൺ കയറിന് മുമ്പുള്ള എയിം പറഞ്ഞാൽ ഹയർ സെക്കൻഡറി എക്സാമിൽ അത്യാവശ്യം നല്ല മാർക്ക് വാങ്ങുക, മോറൽ എഡ്യൂക്കേഷൻ, വാല്യൂ ഓറിയൻറ്റഡ് എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ ജെയ്ത്തൂന്ന് പുറത്തിറങ്ങുമ്പോൾ കുറച്ച് കരിയർ ഓപ്ഷൻസിൻ്റെ കയ്യിലുണ്ടാവണം, അതൊക്കെയാണ്. പക്ഷേ ജെയ്ത്തൂന് വന്നതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് നീറ്റ്, JEE പോലത്തെ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് ജെയ്ത്തൂന് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എന്നുള്ളതും എത്രത്തോളം കോച്ചിങ് ഇവിടുന്ന് കിട്ടുന്നതും. വന്ന ടൈമിൽ തന്നെ ഞങ്ങൾക്ക് ഫൗണ്ടേഷൻ ക്ലാസ്സസ് കിട്ടി. ഒരു 2 റൗണ്ട് എക്സാം കഴിഞ്ഞിട്ട് കുട്ടികളുടെ ലെവലിനനുസരിച്ച് ആൽഫ, ബീറ്റ, ഗാമ, ഡെൽറ്റ ഇങ്ങനത്തെ ക്ലാസ്സുകളാക്കി തിരിച്ചു. അൽഹംദുലില്ലാഹ് നല്ല മാർക്കുള്ളതുകൊണ്ട് തന്നെ ആൽഫ ബാച്ചിലാണ് ഞാൻ പെട്ടത്. ആൽഫ ബാച്ചിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 95-96% CBSE ബോർഡിൽ സ്കോർ ചെയ്ത ഒരു കുട്ടി, 2 കുട്ടിയൊക്കെ ഉള്ളൂ. അത്ര ബ്രൈറ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഒന്നുമല്ല. പക്ഷെ നമുക്കിന് ഈ 2 വർഷത്തിൻ്റെ ട്രാക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയും ജെയ്ത്തൂൻ എത്രത്തോളമാണ് ആ കുട്ടികളെ ഇൻറ്റൻസ് കോച്ചിങ് കൊടുത്തിട്ട് എക്സ്ട്രാ ഓർഡിനറി കുട്ടികളാക്കി മാറ്റിയത്. എനിക്ക് തന്നെ ആ ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. എൻ്റെ +1ത്തെ ലെവൽ നോക്കുമ്പോഴും +2ത്തെ ലെവൽ നോക്കുമ്പോഴും. ശരിക്കും ഒരു വിഷൻ ഇല്ലാത്ത എനിക്ക്, അതുപോലെ തന്നെ പോലത്തെ കുറേ കുട്ടികൾക്കും ജെയ്ത്തൂന് ഒരു വിഷൻ കാണിച്ചു കൊടുക്കുകയാണെന്ന് എനിക്ക് നല്ല ഫീൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് മാഹിറ പറഞ്ഞത് മനസ്സിലായി. അപ്പോൾ ഞാൻ ക്യാമ്പസിലുള്ള കുറേ കുട്ടികളോട് സംസാരിച്ചപ്പോഴും എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ജെയ്ത്തൂനിൽ വന്നതിന് ശേഷം അവർക്ക് ഉണ്ടായിട്ടുള്ളൊരു ചേഞ്ചിനെ പറ്റിയാണ്. പക്ഷെ പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു സംശയം, നിങ്ങൾ +1 തന്നെ +2 പഠിക്കുന്നുണ്ട് എന്ന് പറയുന്നതാണ്. അത് ശരിയാണോ ശരിക്കും? അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങളുടെ ശരിക്കുള്ള ഒരു അക്കാദമിക് പ്ലാൻ എങ്ങനെയാണ് ശരിക്കും പോകുന്നത്? +2 ഗോയിങ് ബാച്ചിലുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ശരിക്കും ജെയ്ത്തൂനിന് ഒരു എൻട്രൻസിനായിട്ടൊരു സിസ്റ്റം ഉണ്ട്. ശരിക്കും നമ്മൾ ബോർഡ് എക്സാമിൻ്റെതും എൻട്രൻസിൻ്റെ ഒരുപോലെ കൊണ്ടുപോകാനുള്ളൊരു സംഭവം. പക്ഷെ ശരിക്കും നമ്മൾ അക്കാഡമിക് ഇയർ മെയ്യിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് +1 നമ്മളൊരു ഒക്ടോബറിനുള്ളിൽ നമ്മൾ +1 പോർഷൻസ് തീരും. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നവംബറിൽ നമ്മൾ +2 എടുക്കാൻ തുടങ്ങും. അങ്ങനെ സംഭവം പോവുക. ശരിക്കും ഇപ്പോൾ ഈ ക്ലാസ്സസൊക്കെ എടുക്കുന്ന സമയത്ത് ശരിക്കും ബോർഡ് എക്സാമിനുള്ള നോട്ട്സ്, എൻട്രൻസിനുള്ള നോട്ട്സൊക്കെ വേറെ ആയി തരും. നമുക്ക് ശരിക്കും ബോർഡ് എക്സാം പഠിക്കുമ്പോൾ ആ എൻട്രൻസ് അതും കൂടി കവർ ചെയ്തിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. നമുക്ക് ജസ്റ്റ് നമുക്ക് കുറച്ചുണ്ടാവുള്ളൂ നോക്കാൻ ശരിക്കും ബോർഡ് എക്സാം ആകുമ്പോഴത്തേന്. അത് കറക്റ്റ് ഇപ്പോൾ ഞങ്ങൾ ഫിസിക്സിൻ്റെ ഫാക്കൾട്ടി, PS-ൻ്റെ ഒക്കെ നോട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്കാണ്. ശരിക്കും നമുക്കൊണ്ട് മനസ്സിലാവും. ശരിക്കും സാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ HS ബോർഡ് എക്സാം വേറെ ആക്കും, എൻട്രൻസ് വേറെ ആക്കും, ആ രീതിയിൽ തന്നെ. പിന്നെ നവംബർ മുതൽ ഒരു ജാനുവരി എൻഡ് വരെ നമ്മൾ +2 പോർഷൻസ് എടുക്കും. ശരിക്കും നമ്മളൊരു ഓൾമോസ്റ്റ് 60% കവർ ചെയ്യുന്ന രീതി എടുക്കും. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് ബോർഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് റിവിഷൻ ആവും ഫെബ്രുവരി വരെ. ആക്ച്വലി റിവിഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമുള്ള കാര്യമേ അല്ല. നമുക്കിനി ഇറ്റ്സ് ലൈക്ക് കുഴപ്പമില്ലാത്തൊരു കാര്യമാണ്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം മാർച്ചിൽ ബോർഡ് എക്സാം ആവുന്നു. അതൊക്കെ ശരിക്കും സ്മൂത്തായിട്ട് പോകും. കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാഹ് നല്ല മാർക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വെക്കേഷനാണല്ലോ നമുക്ക് വരിക. പക്ഷേ നമ്മൾ ബോർഡ് എക്സാമിൻ്റെ തൊട്ട് പിറ്റത്തൊരു 4 ദിവസം നമുക്ക് ഫുൾ ക്ലാസ് ഉണ്ടായത്.
ശരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെക്കേഷനായി തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു വലിയൊരു രീതിയിൽ നല്ലൊരു ബെനിഫിറ്റ് ആയിക്കോണമെന്നൊന്നുമില്ല. ശരിക്ക് ആ 4 ദിവസം ക്ലാസ് എടുത്ത് എത്രയോ നന്നായി എന്ന് തന്നെ നമ്മളെ ക്ലാസ്സിൽ ആരോട് ചോദിച്ചാലും അവർ പറയാം. കാരണം കെമിസ്ട്രി +2 ഒരു മേജർ പോർഷൻ തന്നെ ആ ഒരു 4 ഫുൾ ഡേ എടുത്തപ്പോൾ തീർന്നു. അതിപ്പോൾ ശരിക്കും ഇപ്പോൾ വെക്കേഷൻ തന്നെന്ന് വിചാരിച്ചിട്ട് വലിയൊരു ബെനിഫിറ്റ് ആയിക്കോണമെന്നൊന്നുമില്ല. നമ്മൾ പിന്നെ ഒരു 15 ദിവസം നോമ്പും പെരുന്നാളൊക്കെ ആയി കണ്ട് ലീവ് വന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഏപ്രിലിൽ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ +2 ഏകദേശം ഒരു ജൂലൈ ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേന് തീർത്തതിന് പിന്നെ അങ്ങനെ വീണ്ടും ഇതിനിടയിലൊക്കെ നമ്മൾ എൻട്രൻസ് ടെസ്റ്റുകളും UT എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബോർഡ് എക്സാമിന് വേണ്ടിയിട്ടുള്ള എക്സാം. അത് ശരിക്കും ഒരു ആഴ്ചയിൽ നമ്മൾ കറക്റ്റ് ആ ആഴ്ചയിൽ എടുക്കുന്ന ചാപ്റ്റേഴ്സിനാകുമ്പോൾ നമുക്ക് ശരിക്കും സെറ്റാക്കി പോകാൻ പറ്റും. നമ്മൾ ആ ചാപ്റ്റേഴ്സിൻ്റെ ബോർഡ് എക്സാം എഴുതുന്നു, അത് കഴിഞ്ഞിട്ട് വീണ്ടും എൻട്രൻസ് എഴുതുന്നു. അത് ശരിക്കും നല്ല രീതിയിൽ പോകും. അങ്ങനെ പോകുന്ന ഇടയിൽ കൂടെ തന്നെ നമ്മൾ ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ട് എല്ലാ കാര്യങ്ങളായിട്ട് സ്മൂത്തായിട്ട് പോകും. നമ്മൾ ഒരിക്കലും ഇതിങ്ങനെ കഴിയൂല, നമ്മൾ ആ ടൈമിനുള്ളിൽ എങ്ങനെ +2 കൂടി എടുക്കുക. ശരിക്ക് നമ്മൾ ടോട്ടലി നല്ല പാക്ക്ഡാന്നുള്ള ഫീലും ഇല്ല. നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ പോകാൻ പറ്റാറുണ്ട്. പിന്നെ അങ്ങനെ പിന്നെ റിവിഷൻ സീരീസ് വരുന്നു, നമ്മൾ ടെസ്റ്റ് എഴുതുന്നു, എൻട്രൻസ് ടെസ്റ്റ് തന്നെ എഴുതുന്നു. ഫസ്റ്റ് RST, സെക്കൻഡ് RST, അങ്ങനെ ഒരു രീതിയിൽ നല്ലൊരു സിസ്റ്റത്തിൽ തന്നെയാണ് ജയ്ത്തൂൻ പോയിക്കൊണ്ടിരിക്കുന്നത് 2 ഇയർ പ്രോഗ്രാമിൽ. ഇപ്പോൾ പറഞ്ഞ പോലെ ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു, ഇപ്പോൾ മത്സര പരീക്ഷകൾ എന്ന് പറയുമ്പോൾ വളരെ ഒരു സ്ട്രെസ്സുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് നീറ്റ്, JEE പോലെ ഇത്രയും ടഫസ്റ്റ് ആയിട്ടുള്ളൊരു കോമ്പറ്റേറ്റീവ് എക്സാം എന്ന് പറയുന്നത് ഭയങ്കര നിങ്ങൾക്ക് സ്ട്രെസ്സ് തരേണ്ട ഒരു കാര്യമാണ്. പക്ഷെ നിങ്ങളൊരിക്കലും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. നിങ്ങൾ എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്? ഈ നീറ്റ് JEE പറഞ്ഞാൽ തന്നെ സ്ട്രെസ് ഉണ്ടാവും ഉറപ്പായിട്ടും. 23 ലക്ഷം ആൾ എഴുതുന്ന അങ്ങനെയുള്ള പറയുമ്പോൾ എന്തായാലും സ്ട്രെസ് വരും. പക്ഷെ അതിനെ മാനേജ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഓരോരാളെയും അങ്ങനെ മാനേജ് ചെയ്യുന്നില്ല രീതിയിലാണ്. പിന്നെ ആദ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്നതിന് ഇഷ്ടപ്പെടാം. പഠിത്തത്തിന് ഇഷ്ടപ്പെട്ടൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് സ്ട്രെസ് വരേണ്ടില്ലല്ലോ. ഒന്നാമത്തത് അതാണ്. പിന്നെ രണ്ടാമത്തത് പറഞ്ഞാൽ ഈ നമുക്ക് ഈ വീക്കിലി എക്സാംസ് കഴിയുമ്പം ഈ അവാർഡ് സെറിമണി ഉണ്ടാവും. അപ്പോൾ ഈ ഓരോ അവാർഡ് കിട്ടുമ്പം നമ്മൾ മാർക്കിനനുസരിച്ച് നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യുമ്പം നമ്മളെ കോൺഫിഡൻസിന് നല്ല ബൂസ്റ്റ് ആയിരിക്കും. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെയിലി പോകുന്ന വഴിക്കൊരു ബോർഡ് കാണും. ഈ ഡ്രീം അച്ചീവിൻ്റെ ഒരു ബോർഡുണ്ട്. അതിൽ 12 ലക്ഷം കിട്ടും. പിന്നെ ഉമ്മാനും ഉംറക്ക് കൊണ്ടുവന്ന് അതൊക്കെ ചിന്തിക്കുമ്പം ശരിക്കും ഒരു കോൺഫിഡൻസ് നല്ലൊരു ഇൻസ്പിറേഷൻ കിട്ടും നമുക്ക്. പിന്നെ പറഞ്ഞാൽ ഈ നമ്മൾ മെൻറ്റേഴ്സ് ഇടയ്ക്ക് നമ്മൊന്ന് ഡൗൺ ആകുന്ന കാണുമ്പോൾ മെൻറ്റേഴ്സ് വന്ന് ചോദിക്കും, ഡൗൺ ആണോ, നമുക്ക് ഔട്ടിങ്ങിനാണോ, സ്ട്രെസ് റിലീഫിന് എന്തെങ്കിലും പ്ലാൻ ചെയ്യണോ, അങ്ങനെ വന്ന് ചോദിക്കും. പിന്നെ ക്യാമ്പസിലാണെങ്കിൽ ഫുൾ ടൈം വേവിൻ്റെ കോളിംഗ് സിസ്റ്റം ഉണ്ടായതുകൊണ്ട് തന്നെ ഒന്ന് മാർക്ക് പറഞ്ഞ് ഡൗൺ ആകുമ്പോൾ തന്നെ എപ്പോൾ വേണമെങ്കിലും ഉമ്മാനെ വിളിക്കേണ്ട ഓപ്ഷൻ ഉണ്ട്. ഉമ്മാരെ സൗണ്ട് കേട്ടാൽ തന്നെ എല്ലാവർക്കും ഒരു റിലീഫാണല്ലോ. പിന്നെ ഈ സ്ട്രെസ് റിലീഫ് പറഞ്ഞാൽ നമ്മളെ അറ്റ്മോസ്ഫിയർ ഒരു സ്പിരിച്വൽ അറ്റ്മോസ്ഫിയർ ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്ട്രെസ്സിൽ വരുമ്പോൾ ഒരു 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ തന്നെ സ്ട്രെസ്സൊക്കെ റിലീഫ് ആകേണ്ടതേ ഉണ്ടാവുമല്ലോ. അങ്ങനെ ഓരോരാൾ അവരവരുടെ രീതിയിൽ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യും. പിന്നെ നമ്മൾ തന്നെ കൂടെയുള്ള ഫ്രണ്ട്സും അവരൊക്കെ സപ്പോർട്ടും അതെല്ലാം കൊണ്ട് സ്ട്രെസ് മാനേജ്മെൻറ്റ് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ മോർ ഇമ്പോർട്ടൻ്റ്ലി നമ്മൾ സാർമാർ ഇടയ്ക്കിടയ്ക്ക് ക്ലാസ്സിൽ വരും. എന്നിട്ട് നമ്മളോട് ഇൻട്രാക്ട് ചെയ്യും, ഡൗൺ ആണോ എന്ന് ചോദിച്ചിട്ടും. പിന്നെ അവരോരോ ടോക്സും എല്ലാം നല്ല മോട്ടിവേഷനാണ്. പിന്നെ നമ്മൾ സുപ്പീരിയർ ആയിട്ടുള്ള മൊയിൻ സാർ ഇടയ്ക്ക് ക്ലാസ്സിൽ വന്നിട്ട് നമ്മളായിട്ട് ഇൻട്രാക്ട് ചെയ്യും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഔട്ടിംഗ് ആണോ ചോദിക്കും. അങ്ങനെ ടോക്സ് ഇതെല്ലാം അങ്ങനെയെല്ലാം നല്ല മോട്ടിവേഷൻ കിട്ടും. പിന്നെ നമ്മൾ ഈ ഫോളോ ചെയ്യുന്ന സിസ്റ്റത്തെ ഫോളോ ചെയ്യാത്തപ്പോൾ നമുക്ക് കൂടുതൽ സ്ട്രെസ് വരാം. പിന്നെ ഇവരൊക്കെ ഉണ്ടായതുകൊണ്ട് എപ്പോഴും നമ്മൾ നോക്കാൻ ഒരാളുണ്ട് എന്നുള്ളൊരു ഫീലിംഗ് വരും. നല്ല കോൺഫിഡൻസിന് ബൂസ്റ്റ് ചെയ്യുന്ന സംഭവം. അപ്പോൾ നിങ്ങളിപ്പോൾ പറയുമ്പോൾ എനിക്ക് മനസ്സിലാകും നിങ്ങൾ നന്നായി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ ക്യാമ്പസിൻ്റെ ഒരു പിന്തുണ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ ഒരു അക്കാദമിക് പ്രോഗ്രസ് ട്രാക്ക് ചെയ്യുക, അതിനനുസരിച്ച് നിങ്ങളെ ഗൈഡ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു മോണിറ്ററിങ് സിസ്റ്റം ഉണ്ടോ ശരിക്കും? എങ്ങനെയാണ് മോണിറ്ററിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുൾ ടൈം CCTVൻ്റെ അണ്ടറിലാണ് വരുന്നത്. പിന്നെ ആണെങ്കിൽ സാർമാർ അതിലേ നടക്കുന്നുണ്ടാവും. മൊയിൻ സാർ അടക്കം ഇടയ്ക്കിടയ്ക്ക് അതിലേൽ നടക്കും. നമ്മൾ പഠിക്കുന്നുണ്ട് മോണിറ്റർ ചെയ്യാനും അതും. പിന്നെ നമുക്ക് മോർ ഇമ്പോർട്ടൻ്റ്ലി JEE ട്രാക്ക്, ഡോക്ടർ ട്രാക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്നതിൻ്റെ കറക്റ്റ് എത്ര ക്വസ്റ്റ്യൻസ് ചെയ്തു അനലൈസ് ചെയ്യാനും അതിനായിട്ട് ജയ്ത്തൂൻ തന്നെ ഉണ്ടാക്കിയ ബുക്സ് ഉണ്ട്.
നമ്മൾ എത്രത്തോളം പഠിച്ച് എത്ര ക്വസ്റ്റ്യൻ ചെയ്ത് അതെല്ലാം മോണിറ്റർ ചെയ്യാൻ വേണ്ടി. പിന്നെ നമ്മൾ ഒന്ന് ക്ലാസ്സിൽ നിന്ന് ഒന്ന് തിരിഞ്ഞാൽ നേരെ മുമ്പിൽ സീനിയർ എൻട്രൻസ് കോർഡിനേറ്ററിൻ്റെ ക്യാബിനാണ്. പിന്നെ കുറച്ചങ്ങോട്ട് നടന്നാൽ തന്നെ നമ്മൾ അക്കാഡമിക് മെൻറ്റേഴ്സിൻ്റെ ക്യാബിൻ വരും, എൻട്രൻസ് ലീഡ്സിൻ്റെ. പിന്നെ നേരെ താഴത്ത് പോയാലും എൻട്രൻസ് ടീമിൻ്റെ ഫാക്കൽറ്റീസിൻ്റെ ഒരു ക്യാബിനാണ്. പിന്നെ എന്ത് കളിച്ചാലും ഈ CCTV ഉണ്ടായതുകൊണ്ട് വേഗം മോണിറ്റർ ചെയ്ത് ഇതാക്കാൻ പറ്റും. പഠിക്കുക എന്നല്ലാണ്ട് വേറൊരു ഓപ്ഷൻ ഇല്ല, അങ്ങനെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ മോണിറ്ററിംഗ് ഒക്കെ ശരിയായിട്ടുള്ള രീതിയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ഡൗട്ട് ക്ലിയറൻസിനൊക്കെ നിങ്ങളുടെ ടീച്ചേഴ്സ് എപ്പോഴും അവൈലബിൾ ആണ്. അതായത് എപ്പോഴും നിങ്ങളെ ബാക്കിയുള്ള സ്ഥാപനങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ ടീച്ചേഴ്സ് എപ്പോഴും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഒപ്പം ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. എങ്ങനെയാണ് അത്? നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങൾക്ക് എത്രത്തോളം ഹെൽപ്ഫുൾ ആണ് ഈ ഒരു കാര്യത്തിൽ? നല്ല ഹെൽപ്ഫുൾ ആണ്. കാരണം ശരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഇതിൻ്റെ ആൻസർ ഇപ്പം എങ്ങനെ ഇത് വന്നത് എന്നുള്ള ഒരു സംശയത്തിലാവില്ല നമ്മൾ എന്തായാലും. അതുകൊണ്ട് ക്ലിയർ ചെയ്ത് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമാണ്. അത് കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ അങ്ങനെ ഒരു ആളുണ്ടാവുക എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്. അപ്പോൾ ശരിക്കും ഈവനിങ് ഓല ക്ലാസ് ടൈമിൻ്റെ ശേഷം ഇരുന്ന് തരും. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വേറെ എവിടെയും കിട്ടുമെന്നുള്ളത് പറയാൻ പറ്റാത്തൊരു സംഭവമാണ്. ഇപ്പോൾ നമ്മൾ ഫിസിക്സിൻ്റെ ഫാക്കൽറ്റി PS ഒക്കെ ആണെന്നുണ്ടെങ്കിൽ തന്നെ ആ ഡൗട്ടിന് പുറമെ ആ സറൗണ്ടിങ് ഉള്ള സംഭവം കൂടി പറഞ്ഞുതരും. അപ്പോൾ എന്താ നമുക്ക് എക്സ്ട്രാ പോയിന്റ്സ് കിട്ടണേ. നീറ്റിന് ഇപ്പോൾ നമ്മൾ ചോദിച്ച ഡൗട്ട് തന്നെ വരണമെന്നില്ലല്ലോ. ആ സറൗണ്ടിങ്സിലുള്ള ഏതെങ്കിലും പോയിന്റ് വന്നാലും മതിയായി. ശരിക്കും നല്ല ബെനിഫിറ്റ് തന്നെയാണ്. ഇനിയിപ്പോൾ കെമിസ്ട്രീൻ്റെ ഫാക്കൽറ്റി HR ആവട്ടെ, ഓരൊക്കെ അങ്ങനെ തന്നെയാണ്. ലൈക്ക് സറൗണ്ടിങ്സ് കൂടെ പറയുന്ന ആ ഒരു സംഭവത്തേക്കാണ് പോവുക. അപ്പോൾ ഈ പറഞ്ഞ PS HR ഒക്കെ നല്ല ഫാക്കൽറ്റീസ് തന്നെയാണ്. HR എന്നൊക്കെ പറഞ്ഞാൽ 25 years എക്സ്പീരിയൻസ് ഉള്ള ഹെവി ഫാക്കൽറ്റിയാണ്. ഇപ്പോൾ അധികം ആഡ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കൂടെ ടീച്ചിങ് അസിസ്റ്റൻസ് ഉണ്ടാവും. ഇപ്പോൾ ജഫ്സൽ സർ, ഹിസാന മാം, ജാസ്മിൻ മാം, അങ്ങനെ തുടങ്ങുന്ന കുറച്ച് ആൾക്കാർ. ഇവരൊക്കെ ഇപ്പോൾ ഫിസിക്സിനും കെമിസ്ട്രിക്കും ഒക്കെ ഡൗട്ട് ക്ലിയറൻസിന് പോലെ എപ്പോഴും അവിടെ ഉണ്ടാവും. പെർമനൻറ്റ് ഫാക്കൽറ്റീസാണ് ശരിക്കും പറഞ്ഞാൽ. ഒരു പറഞ്ഞാൽ എന്തായാലും സബ്ജക്റ്റിൽ PG കഴിഞ്ഞവരുണ്ടാവുക. അപ്പോൾ ശരിക്കും ഡൗട്ട് ക്ലിയറൻസ് ഒന്നും നമുക്ക് നല്ല സുഖമായിട്ട് നടത്താൻ പറ്റുന്ന ഒരു സംഭവമാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ളൊരു ഫാക്കൽറ്റീസാണ് നിങ്ങൾക്ക് ഉള്ളത്? ഫാക്കൽറ്റീസ് എല്ലാം PGയും BTech എല്ലാം കഴിഞ്ഞവർ മാത്രമേ ഇവിടെ ഫാക്കൽറ്റീസ് ആയിട്ടുള്ളൂ. പിന്നെ SZൻ്റെ ക്ലാസ് എന്നെല്ലാം പറഞ്ഞാൽ ബയോളജി പിന്നെ അതിലൊരു സംശയം വരാനില്ല. ക്ലാസ് എന്ന് പറഞ്ഞാൽ ഫുള്ള് ബയോളജി ഫുൾ പക്കാക്കും. പിന്നെ YM എന്ന് പറഞ്ഞാൽ ജെയിൻ്റെ ഫൈനൽ വേർഡാണ്. ജെയിൻ്റെ ഹെവി ഫാക്കൽറ്റിയാണ് YM പറഞ്ഞാൽ. പിന്നെ PSൻ്റെ ഫിസിക്സിൻ്റെ നോട്ട് മാത്രം മതി, ഫുള്ള് കംപ്ലീറ്റ് പോയിൻറ്റ്സ് നോട്ടിലുണ്ടാവും. പിന്നെ HR എന്നൊക്കെ അമീർ പറഞ്ഞ പോലെ നേരത്തെ HR 25 ടീച്ചിങ് എക്സ്പീരിയൻസ് ഉള്ളതാണ്. പിന്നെ ആണെങ്കിൽ HR പഠിപ്പിച്ച ഫാക്കൽറ്റീസാണ് മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിലൊക്കെ പഠിപ്പിക്കാനായിട്ടുള്ള. അങ്ങനെ പിന്നെ HC എന്നൊക്കെ പറഞ്ഞാൽ ജെയ്ത്തൂൻ്റെ സ്റ്റാർട്ടിങ് മുതലല്ല ഈ YM HC SZ പറഞ്ഞ ജെയ്ത്തൂൻ്റെ കൂടെ തന്നെ വന്നവരാണ്. പിന്നെ അവരൊക്കെ അവരവരെ സബ്ജക്റ്റിൽ ഹൈലി ക്വാളിഫൈഡ് ആണ്. നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷൻ തന്നെയാണ് ജെയ്ത്തൂനിൽ കിട്ടുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങളുടെ ലേണിംഗ് മെറ്റീരിയൽസ്. അത് എത്രത്തോളം എഫക്റ്റീവാണ് ഇവിടെ? അപ്പോൾ അതിൽ ചിലതൊക്കെ IITians പ്രിപ്പയർഡ് ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ മാത്രമല്ല ഇവിടെ ഒരു ഹൈബ്രിഡ് സിസ്റ്റം ഫോളോ ചെയ്യുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് ടാബൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ടാബൊക്കെ യൂസ് ചെയ്ത് പഠിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് എത്രത്തോളം എഫക്റ്റീവാണ് നിങ്ങൾ എത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ? സ്റ്റഡി മെറ്റീരിയൽസിനൊന്നും അവിടെ ഒരു കുറവും തോന്നിയിട്ടില്ല. അപ്പോൾ ഇപ്പോൾ മൊഡ്യൂൾസ് ഞങ്ങൾ യൂസ് ചെയ്യുന്ന മൊഡ്യൂൾസ് ആണെങ്കിൽ തന്നെ IITians പ്രിപ്പയർഡ് മൊഡ്യൂൾസാണ് യൂസ് ചെയ്യുന്നത്. ക്ലാസ് ടൈമിൽ തന്നെ അത് ചെയ്തു പോകണു. സാറുമാർക്ക് കുറച്ച് സ്പെസിഫിക് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അത് ക്ലാസ്സിന് സാറുമാർ നമുക്ക് ചെയ്തു തരും. പിന്നെ നമുക്കായിട്ട് അസൈൻമെൻറ്റ് വേറെ ഉണ്ടാകും, പ്ലസ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് വേറെ ഉണ്ടാകും. പിന്നെ നമുക്ക് ഹൈബ്രിഡ് വേർഷനിൽ തന്നെ ഓൺലൈൻ പ്ലാറ്റ്ഫോംസിന് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. അതിന് പുറമെ എൻട്രൻസ് ലീഡ്സിനോട് എപ്പോൾ ആണെന്ന് ചോദിച്ചാലും മോക്ക് ടെസ്റ്റ് ആയിട്ടും ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻ ആയിട്ടും ടോപ്പിക് വൈസ് ആയിട്ടും ഒക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ് ഇവിടെ. പിന്നെ പ്ലസ് ഞങ്ങൾക്ക് വേറെയും മേജർ എൻട്രൻസ് ബുക്സൊക്കെ ഉണ്ട്, നീറ്റ് ചാമ്പ്യൻ, MTG പോലത്തെയൊക്കെ. പിന്നെ ജെയ്ത്തൂൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കിട്ടുന്ന വേറൊരു ബെനിഫിറ്റ് പറഞ്ഞാൽ നമുക്കൊരു ചെറിയൊരു പ്രശ്നം ഉണ്ട് പറഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് ടൈം മുതൽ നമുക്ക് കറക്റ്റ് ചെയ്തു. ഇപ്പോൾ ലാസ്റ്റ് ഇയറൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കുറച്ച് മിസ്റ്റേക്സും ആൻസർ കീയിലൊക്കെ കുറച്ച് എറേഴ്സ് ഉണ്ടായിരുന്നു. അതിപ്പോൾ +2 ആ ഒരു ഭാഗത്തേക്ക് എത്തിയപ്പോൾ കംപ്ലീറ്റ്ലി ക്ലീനാണ്. ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് പിന്നെ നോക്കാം, മിസ്റ്റേക്സ് പിന്നെ ഉണ്ടായിട്ടില്ല. അത്രത്തോളം ക്ലീനാണ് നമ്മുടെ കണ്ടൻറ്റൊക്കെ. പിന്നെ അത്രയും സ്റ്റഡി മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളുടെ ബോർഡ് എക്സാംസും അതുപോലെ എൻട്രൻസ് പ്രിപ്പറേഷനൊക്കെ നിങ്ങൾ ഒരുമിച്ചാണ് കൊണ്ടുപോകുന്നത്. അത് ശരിക്കും വലിയൊരു റെസ്പോൺസിബിലിറ്റി അല്ലേ?
ഈ ഒരു എൻട്രൻസിന് പഠിക്കുന്ന കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ഈ ബോർഡ് എക്സാംസ് ഒരു വിഷയമല്ല. അത് അതിൻ്റെ കൂടെ അങ്ങ് ഫ്ലോയിൽ പോയിക്കോളൂ. ഈ +1 നമുക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. നമ്മൾ കുറച്ച് സമയം എക്സ്ട്രാ ചോദിച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഈ ബോർഡ് എക്സാമിനെ കുറിച്ച് വേവലാതിപ്പെട്ടിട്ട്. പക്ഷേ അൽഹംദുലില്ലാ നല്ല സ്മൂത്തായി പോവുകയും ചെയ്തിനി. പിന്നെ നല്ല റിസൾട്ടിലേക്ക് എത്താൻ പറ്റീനി. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം +1 ബോർഡ് എക്സാമിൽ 99% മേലെയുള്ള 20 കുട്ടികൾ 19 കുട്ടികളും എൻട്രൻസ് ബാച്ചിൽ നിന്നാണ്. പിന്നെ ആണെങ്കിൽ ബോർഡ് എക്സാമിൻ്റെ സമയത്ത് ബാക്കി എല്ലാ കുട്ടികളും അവരുടെ ആക്ടിവിറ്റീസ് എല്ലാം കഴിഞ്ഞ് പഠിത്തത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ നേരെ തിരിച്ച് ഈ ഹെവി ലേണിംഗ് എൻട്രൻസിൽ നിന്ന് HS പോകുമ്പോൾ നല്ല സ്മൂത്ത് ആയിരുന്നു. അവിടെ ഒറ്റ ഫ്രീ ആയി ജോളിയായി പഠിക്കാൻ പറ്റും നമുക്കാണ്. അപ്പോൾ ഒരു എൻട്രൻസ് പഠിക്കുന്ന കുട്ടിക്ക് HSനെ കുറിച്ച് ആലോചിക്കേണ്ട വലിയ വിഷയമല്ല. അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ഒപ്പം ഇസ്ലാമിക് സ്റ്റഡീസും കൂടി ഉണ്ടാവുമല്ലോ നിങ്ങൾക്ക്, അതെങ്ങനെയാണ്? ഇപ്പോൾ ഇസ്ലാമിക്സിൻ്റെ കേസിൽ പറയുമ്പോൾ അക്കാഡമിക്സ് ആദ്യം തന്നെ അക്കാഡമിക്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സബ്ജക്ട്സ് ആയിട്ട് നമുക്ക് നോർമലി ഇസ്ലാമിക്സ് എന്ന് കേൾക്കുമ്പോൾ ഓർമ്മ വരുന്ന രീതി സബ്ജക്ട്സ് ആയിട്ട് നമ്മൾ സബ്ജക്ട്സ് ഉണ്ടാവും, അതിനനുസരിച്ചുള്ള ടീച്ചേഴ്സ് ഉണ്ടാവും. നമുക്ക് ശരിക്കും ഒരു സന്തോഷമാണ് ആ ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോൾ. ഇപ്പോൾ ഫസ്റ്റ് ഇയർ +1 എന്നൊക്കെ ഉണ്ടേന് നമ്മളെ പ്രിൻസിപ്പൾ തന്നെ നമുക്ക് ഹദീസ് എടുക്കാണ്ടേന്. അപ്പോൾ ഇപ്പോൾ മുയിൻസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ക്ലാസ് എടുക്കാൻ വരണമെന്നില്ല, ഒന്നും കൂടി കുട്ടികളെ അറിയാമെന്നുള്ളതും കൂടി ഒരു നിയത്തും കൂടി ആയിട്ടാണ് ക്ലാസ് എടുക്കുന്നത് എന്നുള്ളത്. പിന്നെ ഇപ്പോൾ ഈ സംഭവത്തിൽ തന്നെ ഇപ്പോൾ ഖുർആൻ ഓതാനെ കൃത്യമായിട്ട് പഠിപ്പിക്കുക എന്നുള്ളൊരു സംഭവം ഏകദേശം എല്ലാവരും ഖുർആൻ നല്ല രീതിയിൽ ഓതാൻ പഠിച്ചതിന് ശേഷം ഇറങ്ങാന്നുള്ള രീതിയിൽ ഇവർ സിസ്റ്റമാക്കി 5 ലെവലാക്കി ഏത് ലെവലിലാണോ അവിടുന്ന് ഏറ്റവും അവസാനത്തെ ലെവലിലേക്ക് കൊണ്ടുവരാന്നുള്ള രീതിയിൽ ഇവർ കറക്റ്റ് സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുവരുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ രണ്ടാമത് ഇപ്പോൾ എക്സ്റ്റേണൽ ടോക്സ് ഉണ്ടാവും നമുക്ക്. അതിൽ ഏതെങ്കിലും ഒരു ടോക്കിലൊരു ചെറിയ സ്പാർക്ക് മതി ശരിക്കും നമ്മൾ നന്നാവാൻ. അപ്പോൾ അതും ഇവർ നടത്തലുണ്ട്. പിന്നെ ജെയ്ത്തൂനൊരു ഹിഡൻ കരിക്കുലുണ്ട്. നമ്മളറിയാതെ നമ്മൾ നന്നായി പോകും എന്നുള്ളൊരു സംഭവം. നമ്മളിപ്പോൾ ഞങ്ങളെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പുറമെ നമ്മൾ കേട്ട രീതിയിൽ നമ്മൾ പുറത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എന്നല്ല പുറത്തുള്ള കുട്ടികൾ നമ്മളിപ്പോൾ മറ്റേ കുട്ടി നേരത്തെ നീക്കുകയാണെന്നുണ്ടെങ്കിൽ അലാം ഓഫ് ചെയ്യുക, ആ ഒരു രീതിയിലൊക്കെ കോമ്പറ്റീഷൻ അങ്ങനെയും ഇതായിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ തന്നെ പറയാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആ കുട്ടി ഉറങ്ങുകയാണെങ്കിൽ ആ കുട്ടീനെ വിളിക്കുക, ഓൺ പഠിക്കട്ടെ, നമ്മളൊരു ഒറ്റക്കെട്ടായിട്ട് പോകുക എന്നുള്ളൊരു സംഭവം. എന്തെങ്കിലും ആർക്കും അറിയാത്തൊരു സാധനം വരും തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബോർഡും എഴുതിയിടും, എല്ലാവരും കണ്ടോട്ടെ, ആ ഒരു രീതിയിൽ ഒരു നല്ല രീതിയിലുള്ള കോമ്പറ്റീഷൻ. പിന്നെ അതിൻ്റെ ഇടയിൽ എന്തായാലും മാർക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ വരും, അതതിനനുസരിച്ച് അങ്ങനെ പോകുന്നുള്ളതാണ്. പിന്നെ ഇതൊക്കെ കിട്ടാനുള്ള കാരണം ആക്ച്വലി ഈ മോറൽ വാല്യൂസ് ഇസ്ലാമിക് സംഭവം കൊണ്ട് തന്നെ. ഇതിനൊക്കെ പുറമെ നമുക്ക് ഏറെ കിട്ടുന്ന സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമ, അഡ്ജസ്റ്റ്മെൻറ്റ്, നമ്മൾ ജീവിക്കാൻ പഠിക്കുന്നുള്ളതാണ്. പിന്നെ ഇസ്ലാമിക്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു എക്സ്ട്രാ ഒരു സാധനം അതിനായിട്ട് ഇരിക്കണം അങ്ങനെയൊന്നും ഇല്ല ശരിക്കും പറഞ്ഞാൽ. അതൊക്കെ ഇതിലൂടെ പോവും. ടെസ്റ്റൊക്കെ പോലെ ഇടയ്ക്ക് നടത്തും, അതൊക്കെ നമ്മളങ്ങനെ അറിയാതെ അങ്ങനെ പോകുന്നുള്ളതാണ്. അല്ലാതെ വലിയ രീതിയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനായിട്ട് ആ സംഭവമൊന്നുമില്ല. എനിക്ക് നിങ്ങൾ സംസാരിക്കുന്ന കേൾക്കുമ്പോൾ സന്തോഷമുണ്ട്. ഇപ്പോൾ ഒരു എഡ്യൂക്കേഷൻ എന്നുള്ളതിനെ കൊണ്ട് ഇതിലപ്പുറമായിട്ട് ഒന്നും നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. സന്തോഷമുണ്ട് ഇങ്ങനെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ. അപ്പോൾ നിങ്ങളുടെ ഇസ്ലാമിക്സ് അതുപോലെ ക്യാമ്പസ് ലൈഫ് അല്ലെങ്കിൽ അക്കാദമിക്സ് എല്ലാം മാനേജ് ചെയ്യുന്നതിന് ഒരു ഫാക്കൽറ്റിയാണുള്ളത്? എല്ലാത്തിനും ഒരു ലീഡല്ല, ഓരോന്നിനും ഓരോ ലീഡറുണ്ട് ശരിക്കും. ഇസ്ലാമിക്സിന് ഇസ്ലാമിക് മെൻറ്റർ വേറുണ്ട്, ക്യാമ്പസ് ലൈഫ് മെൻറ്റർ വേറുണ്ട്, പിന്നെ അക്കാഡമിക് മെൻറ്റർ ആണെങ്കിലും വേറുണ്ട്. അക്കാഡമിക് മെൻറ്റർ നമ്മൾ എൻട്രൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ബാക്കി വരുന്ന ബോർഡ് എക്സാമിൻ്റെ കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കും. പിന്നെ ഇസ്ലാമിക് മെൻറ്റർ നമ്മളെ നിസ്കാരം കാര്യങ്ങളും ട്രാക്ക് ചെയ്യാനും നമ്മളെ കാര്യൻ്റെ പ്രോഗ്രാമുകൾ പറഞ്ഞല്ലോ അതിനെ പറ്റി ട്രാക്ക് ചെയ്യാനും ഒക്കെ. പിന്നെ ക്യാമ്പസ് ലൈഫ് മെൻറ്റർ നമുക്ക് പേഴ്സണലായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ നമുക്കൊന്ന് മനസ്സ് തുറന്ന് പറയാൻ, നമുക്ക് ക്ലോസ് ആയിട്ട് ശരിക്കും നമ്മളെ ഉമ്മ എന്നൊക്കെ ഫീൽ ചെയ്യുന്ന ഒരാൾ, അതാണ് ക്യാമ്പസ് ലൈഫ് മെൻറ്റർ. അങ്ങനെ ഏത് രീതിക്കും നമുക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ആണെങ്കിൽ തിരിയാൻ എല്ലായിടത്തും ആൾക്കാരുണ്ട് ശരിക്കും. അപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ നിങ്ങളുള്ളത് ഒരു സെക്കൻഡ് റിവിഷൻ സീരീസിലാണ്. ശരിക്കും ഈ ആദ്യത്തെ റിവിഷൻ സീരീസും സെക്കൻഡ് റിവിഷൻ സീരീസും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്താണ്? എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്ലാൻ പോകുന്നത്? ഫസ്റ്റ് റിവിഷൻ സീരീസ് ഒരു 2.5 months നീണ്ടു നിൽക്കുകയാണ്. പിന്നെ അതിൽ ഇങ്ങനെ ഓരോ റിവിഷൻ സീരീസിലും ഒരു 5-6 പാഠം അങ്ങനെ വെച്ച് പോയി, സ്മൂത്തായിട്ട് പോയി, കുഴപ്പമില്ലാതെ എല്ലാവരും ഫസ്റ്റ് റിവിഷൻ സീരീസ് കഴിഞ്ഞപ്പോൾ തന്നെ 550 ആ ഒരു മാർക്കിൻ്റെ റേഞ്ചിന് മേലേക്ക് എത്തിക്കും.
സെക്കൻഡ് റിവിഷൻ സീരീസ് കിടക്കുമ്പോൾ ഓരോ എക്സാമിലും ചാപ്റ്റേഴ്സിൻ്റെ എണ്ണം കൂടി പ്ലസ് ഞങ്ങൾ മാത്രമല്ല ഇത് എഴുതുന്നത്, റിപ്പീറ്റേഴ്സ് കൂടി ഞങ്ങൾ ഒപ്പമുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് കോമ്പറ്റീഷൻ്റെ തീവ്രത എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുമ്പോഴും ഓരോരുത്തർക്ക് ഇങ്ങനെ റിപ്പീറ്റേഴ്സിനെ വെട്ടിക്കണം അല്ലെങ്കിൽ റിപ്പീറ്റേഴ്സിനെ ഞങ്ങളെ വെട്ടിക്കണം, ആ ഒരു കോമ്പറ്റീഷൻ ഫീലാണ് ഇവിടെ വരുന്നത്. പിന്നെ പുറത്തുനിന്ന് ഇപ്പോൾ 23 ലക്ഷം ആൾക്കാർ ആയിട്ടാണ് നമ്മൾ കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു എക്സ്പോഷർ അറിയുന്ന അത്രയും നല്ല കാര്യമാണ് നമുക്ക് തരാൻ പോകുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ഫസ്റ്റ് റിവിഷൻ സീരീസിലും സെക്കൻഡ് റിവിഷൻ സീരീസിലും എക്സാം ക്യുമുലേറ്റീവ് ആയിട്ടാണ് നടക്കുക. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്റർ ഇട്ട് ടച്ച് പോണില്ല, ഓരോ എക്സാം കഴിയും തോറും നമ്മൾ പിന്നെ ആ ചാപ്റ്ററിനെ പരിചയപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. സെക്കൻഡ് റിവിഷൻ സീരീസിലും തന്നെ ക്യുമുലേറ്റീവ് 25% മേലെ ക്യുമുലേറ്റീവ് വരുന്നുണ്ട്. പിന്നെ ഇനിയിപ്പോൾ ഒരു ബോർഡ് എക്സാമിൻ്റെ ഒരു 10 ദിവസം മുമ്പൊക്കെ ആയിരിക്കും നമ്മൾ ഈ റിവിഷൻ സീരീസ് ക്ലോസ് ചെയ്യുന്നുണ്ടാവുക. ബോർഡ് എക്സാം കഴിഞ്ഞ ശേഷം ഏപ്രിൽ മന്ത് ഫുൾ ഫ്ലെഡ്ജ്ഡ് എക്സാംസും കാര്യങ്ങളായിട്ട് നമ്മൾ എൻഗേജ്ഡ് ആയിരിക്കും. ഇനി ബോർഡ് എക്സാമിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ മോക്ക് ടെസ്റ്റുകൾ എഴുതാൻ തീരുമാനിച്ചിരിക്കണം. പിന്നെ മെയ് 4 വരെയും ക്യാമ്പസിൽ ഫുള്ളി എല്ലാവരും എൻഗേജ്ഡ് ആയി പഠിച്ച് ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടുമെന്ന് പ്രതീക്ഷ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ഒരു സമയമാണ് ഞാൻ എൻ്റെ സ്കൂൾ ക്യാമ്പസ് ഒക്കെ പറയുന്നത്. അപ്പോൾ ഇവിടെയാണെങ്കിലും കുറേ പേര് ഇവിടുത്തെ പല ഓർമ്മകളെ പറ്റിയും സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു കോളേജ് അല്ലെങ്കിൽ ക്യാമ്പസ് നിങ്ങൾക്ക് മിസ്സാവുന്നുണ്ടോ? ആക്ച്വലി നമ്മൾ ശരിക്കും +1 +2 ഇൻവോൾവ് ആണ് പ്രോഗ്രാംസിലൊക്കെ. നമ്മൾ ലൈക്ക് നമ്മൾ പഠനത്തിൻ്റെ ഇടയിൽ കുറച്ച് നേരം നമ്മളൊരു ഡൗണും അപ്സ് ആൻഡ് ഡൗൺസ് എന്തായാലും ഉണ്ടാവുമല്ലോ ഈ ഒരു ജേർണിയിൽ. അപ്പോൾ നമ്മൾ ആ ഒരു ഡൗൺ ആവുന്ന സമയത്ത് എന്തായാലും ആ ഡൗൺ ആവുന്ന സമയത്ത് നമുക്കത് പഠിച്ചാൽ നീങ്ങൂല. ആ സമയം ഇങ്ങനെ വെറുതെ ഇരുന്ന് സങ്കടപ്പെട്ട് അല്ലെങ്കിൽ അന്തം വിട്ടിരുന്ന് സമയം കളയുന്നതിൻ്റെ പകരം ഇവരെന്തായാലും ഇവർ പ്രോഗ്രാംസ് നടക്കുമ്പോൾ ശരിക്കും ഇപ്പോൾ ആർട്സൊക്കെ നടന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള പ്രോഗ്രാം കാണാമെന്നുള്ളതായിരുന്നു. അപ്പോൾ ശരിക്കും നമ്മളപ്പോൾ എന്തെങ്കിലും ചെയ്യണം പോലെ ബ്രേക്ക് എടുക്കാനൊക്കെ തോന്നുകയാണെങ്കിൽ നമ്മൾ ഇഷ്ടമുള്ള പ്രോഗ്രാം കണ്ടുവരും. എന്തായാലും ഇപ്പോൾ ആർട്സിൽ എല്ലാ പ്രോഗ്രാമും ഒന്നും കണ്ടിട്ട് നമുക്കൊന്നും ഉണ്ടാക്കാനില്ല. അപ്പോൾ നമുക്ക് താല്പര്യമുള്ളതിനനുസരിച്ച് പോവും. ഇനി ഇപ്പോൾ നമ്മൾ ആർട്സ് നടക്കണ നമ്മളെ ക്യാമ്പസിലാണെങ്കിൽ ഡിസ്ട്രാക്റ്റഡ് ആവും പഠനത്തിൽ നിന്ന്, അതുമില്ല, നമുക്കായിട്ട് വേറൊരു ബ്ലോക്ക് ഉണ്ട്. നമ്മൾ പഠിക്കാനാണെങ്കിൽ അവിടെ പഠിക്കുകയും ചെയ്യാം, ഇടയ്ക്ക് നമുക്ക് ഇങ്ങനെ ഒരു ചടപ്പ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രോഗ്രാം കാണുകയും ചെയ്യാം. ഫ്രഷേഴ്സ് ഫെയർവെൽ ഒന്നും മിസ്സാവാതെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഫ്രഷേഴ്സ് ഫസ്റ്റ് ഇയർ ഒക്കെ നമ്മൾ ലൈക്ക് ആദ്യമായിട്ടാണല്ലോ ഇപ്പോൾ ഈ ഫ്രഷേഴ്സൊക്കെ എങ്ങനെയാണെന്നുള്ളത്, അതൊക്കെ നമുക്ക് ഒരു പ്രശ്നമില്ലാതെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നുള്ളത് ഇപ്പോൾ ഇൻ്റർ സ്കൂൾ കോമ്പറ്റീഷനിൽ ഞങ്ങൾ ക്ലാസ്സിൽ നിന്ന് ഒരു 6-7 ആൾക്കാർക്ക് പോകാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ നല്ല പൊസിഷൻ, ഇപ്പോൾ ഇവർ രണ്ടാളും പോയവർ തന്നെയാണ്. അപ്പോൾ ആർട്സിനൊക്കെ ഇപ്പോൾ സെക്കൻഡ് ഇയർ തന്നെ നമ്മൾ ആർട്സിന് പങ്കെടുത്തിട്ട് നല്ല മാർക്ക് വാങ്ങാൻ പറ്റിയിട്ടുണ്ട്. ആക്ച്വലി നമ്മളിപ്പോൾ ഒരു ഡൗൺ ആകുമ്പോൾ വന്നിട്ട് ഔട്ടിങ്ങിന് കൊണ്ടുപോകണം അങ്ങനെ ചോദിച്ചിട്ട് നമ്മൾ പോയിട്ടുണ്ട് ഔട്ടിങ്ങിന്. അന്നൊക്കെ എടുത്ത ഫോട്ടോസൊക്കെ ഇപ്പോഴും ഉണ്ട് ഫോണിൽ, കുറേ കാലം കഴിഞ്ഞാൽ എന്തായാലും മെമ്മറി ആയിരിക്കും. പിന്നെ നമ്മളെ ട്രിപ്പ് ശരിക്കും ഈ നീറ്റ് ഈ ജേണിയിൽ നമ്മൾ ശരിക്കും ട്രിപ്പിന് പോയി കഴിഞ്ഞാൽ അതിൻ്റെ സിസ്റ്റത്തിനൊരു കോട്ടം തട്ടിക്കും എന്നുള്ളതുകൊണ്ട് നമ്മൾ ട്രിപ്പ് നീറ്റ് കഴിഞ്ഞതിന് ശേഷം ഇൻഷാ അല്ലാഹ് പോകും. ശരിക്കും എല്ലാവരും ഉണ്ടാവും ഇൻഷാ അല്ലാഹ് എന്നാണ് നമ്മൾ വിചാരിക്കണേ. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ശരിക്കും പഠിച്ചു കഴിഞ്ഞൊരു സമാധാനത്തിലാണ് പോണത്. അപ്പോൾ ഇപ്പോൾ നമ്മളെ ക്യാമ്പസിൽ നിന്ന് ബാക്കിയുള്ളവർ പോയതെന്ന് വെച്ചാൽ ഓല് പോയതിൻ്റെ ശേഷം പഠനത്തിക്ക് ഇരിക്കണ സമയത്ത് നമ്മൾ പഠനത്തിൻ്റെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയിട്ടാണ് പോകാൻ പോകുന്നത്. അപ്പോൾ ശരിക്കും നമുക്ക് വൈബൊന്നും മിസ്സാവണേ ഇല്ല. നമ്മൾ ഇപ്പോൾ ആലോചിച്ചൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിനിപ്പോൾ ഇത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ബാക്കൊക്കെ തിരിഞ്ഞ് നോക്കുമ്പോൾ നമുക്ക് +1 +2 മിസ്സായല്ലോ എന്നുള്ളൊരു റിഗ്രറ്റ് വരാനില്ല. കാരണം ഇല്ല, നമ്മൾ ഇൻവോൾവ് ആയിട്ടുണ്ട് പ്രോഗ്രാംസിലും കാര്യങ്ങളിലൊക്കെ. ഇപ്പോൾ നമ്മളെ സീനിയർ പെരിയാർ മെഡിക്കൽ കോളേജിൽ നമ്മൾ സീനിയർ പറയുന്ന സംഭവമാണ്, ഓർക്കിനി കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിലും +1 +2 ഓല് എൻജോയ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കറക്റ്റ് നല്ല ആർട്സിലൊക്കെ ഇൻവോൾവ് ആയിരുന്നു ആൾ, ആ രീതിയിലാണ് സാധനം പോയിനത്. അപ്പോൾ ഇനി നീറ്റ് കിട്ടിയാലോ, നമുക്ക് വൈബും കിട്ടി ഇസ്ലാമിക്സും കിട്ടി ഒക്കെ കിട്ടിയില്ലേ, ആ ഒരു അവസ്ഥ ആലോചിക്ക്. അതുകൊണ്ട് തന്നെയാണ് ഈ 4 കോമ്പിനേഷൻസും കൂടിയുള്ള ഇന്ത്യയിലുള്ള ഒരേ ഒരു സ്ഥാപനം ജെയ്ത്തൂനാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ എൻട്രൻസ് ബാച്ചിനെ കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. പ്രേക്ഷകർക്കും ഇതുപോലെ സന്തോഷം ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിലപ്പുറം എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ള നീറ്റ് JEE ഒക്കെ ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും ജെയ്ത്തൂൻ എന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ ബോർഡ് എക്സാംസ് ആണെങ്കിലും എൻട്രൻസ് എക്സാംസ് ആണെങ്കിലും നമ്മുടെ ഒരു മോറൽ എഡ്യൂക്കേഷൻ ആണെങ്കിലും അതിലപ്പുറം ജെയ്ത്തൂൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നൊരു ഫെസിലിറ്റീസ് ഉണ്ട്. ഇവിടുത്തെ ഫുഡ് എന്ന് പറയുന്നത് സൂപ്പറാണ്, നിങ്ങൾക്കറിയാലോ.
സൂപ്പർ ഫുഡാണ്. നമ്മുടെ ക്ലാസ് റൂംസ് AC ക്ലാസ് റൂംസ് ആണ്. പിന്നെ മാത്രമല്ല പൂളുണ്ട്, ജിമ്മുണ്ട്. അപ്പോൾ ഇതൊക്കെ കമ്പൈൻ ചെയ്തിട്ടുള്ളൊരു പാക്കേജ് നിങ്ങൾക്ക് ജെയ്ത്തൂനിൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്കൊരു സ്വപ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ജെയ്ത്തൂനിലേക്ക് വരണം. ഞാൻ സ്വാഗതം ചെയ്യുന്നു.